ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ്ങിലുള്ള ഒരു പാൽപ്പുട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ന് പാൽപ്പുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തു ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 240 ml കപ്പിൽ 1.5 കപ്പ് പുട്ടുപൊടി ഉണ്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 2 സ്പൂൺ പാൽപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിനാണ് കേട്ടോ, എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വീട്ടിലില്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടിയൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. പാൽപ്പുട്ടെന്ന് കേട്ടപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. എന്തായാലും അടിപൊളിയായിട്ടാണ്, സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അതാ നമ്മുടെ പാൽപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാല് തന്നെയാട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ കുഴയ്ക്കുന്നത്, പാലൊഴിച്ചാണ്. അപ്പോൾ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നു. പാല് തിളച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ 1.5 കപ്പ് പുട്ടുപൊടിയുള്ളൂ എടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 കപ്പ് പാലാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ കുറവുള്ളത് പിന്നെ ചേർക്കാം. ആദ്യം അത്രയും മാത്രം ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ച് അത്രയ്ക്ക് മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഇതാ വീണ്ടും മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൽ ചേഞ്ച് വരും കേട്ടോ. കൂടുതലും കുറവൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പുട്ട് നല്ല ടേസ്റ്റി ആവാനായിട്ട് നമുക്ക് ഈ സമയത്ത് തന്നെ ഒരു 2-3 സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് മിക്സ് ആക്കി അതിനോടൊപ്പം തന്നെ അതിനകത്തുണ്ടായിരുന്ന കട്ടകളും കൂടെ നല്ലപോലെ ഉടച്ചൊക്കെ കളഞ്ഞ് ഒന്നും കൂടെ നല്ലപോലെ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനത് അടച്ച് വെച്ച് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കതൊന്ന് നീക്കി വയ്ക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതാ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് ഇതാ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നെയ്യിലിട്ട് ഒന്ന് വഴറ്റി നമ്മളുണ്ടാക്കുന്ന പുട്ടുപൊടി നനച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ പാൽപ്പുട്ട് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ഹെൽത്തിയൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ മിക്സ് ആക്കിയപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പോളം പാല് വീണ്ടും ചേർക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സ്പൂൺ പാല് ബാക്കി ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടി വന്നു. അതായത് ഒരു 2.5 കപ്പ് പാലോളം എനിക്ക് മൊത്തത്തിൽ ചേർക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ചേർത്ത് ഞാൻ നല്ലപോലെ മിക്സാക്കി കട്ടകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറ്റി നല്ലപോലെ മിക്സാക്കി നീക്കി വയ്ക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ആവി കയറ്റാനുള്ള പാത്രം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. Because now I see we were meant to be. Where are you now? അപ്പോൾ ഇതാ പുട്ടുണ്ടാക്കാനുള്ള നമ്മുടെ പാത്രമൊക്കെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇത്തിരി നെയ്യ് പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് പരട്ടി കൊടുക്കുന്നത് നമുക്ക് വേഗം പുട്ടൊക്കെ വിട്ട് കിട്ടാനും നല്ല ഒരു ടേസ്റ്റിയൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ഇത്തിരി നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് പുട്ടുണ്ടാക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് ഗ്ലാസ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് എനിക്ക് കൂടുതൽ സൗകര്യവും ഇഷ്ടവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഉണ്ടാക്കുന്നത്. ഗ്ലാസ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിലും ഇത്തിരി നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ വിട്ട് കിട്ടാനായിട്ടോ പുട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ അതിന് ശേഷം എന്താ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നനച്ച് വെച്ചിരുന്ന പുട്ടുപൊടി ഇട്ടു. അതിൻ്റെ മുകളിൽ വീണ്ടും ഇത്തിരി തേങ്ങ ഇട്ടു. അതിന് ശേഷം എന്താ നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ തട്ടി വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ എളുപ്പം. നമുക്ക് ഒരേ ടൈമിൽ തന്നെ ഒത്തിരി അധികം പുട്ട് കഷ്ണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനും കൊണ്ട് ഇതാണ് കൂടുതൽ എനിക്ക് സൗകര്യമായിട്ട് തോന്നിയേ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം പോലെ. എന്തായാലും നല്ലൊരു അടിപൊളി സംഭവമാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ ഇത്, ഈ പാൽപ്പുട്ടെന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും ഇന്ന് വരെ ഇത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് ട്രയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ആ ഒരു 1.5 കപ്പ് പൊടി എടുത്തുകൊണ്ട് എനിക്ക് അവിടെ ഒരു 6 പീസോളം പുട്ടുണ്ടാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിന് ശേഷം എല്ലാം ഞാനങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് അടച്ച്
അടച്ചു വെക്കുകയാണ്. നമുക്കിനി കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. If I close my അങ്ങനെ ഒരു 8 മിനിറ്റോളം ഞാൻ എന്താ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് ഇതാ നമ്മൾ അടപ്പ് മാറ്റുമ്പോൾ നല്ല അടിപൊളി പുട്ട് ഇവിടെ റെഡി ആട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടപ്പമ്മേന്ന് അത് മാറ്റി ഇതാ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിയില്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇത് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ ഇതാ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഞാൻ ഫിഷ് കറി ഉണ്ടാക്കിയിരുന്നു, ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിഷ് കറി പുട്ടും കൂടി കേട്ടോ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫിഷ് കറി, ചിക്കൻ കറി, അല്ലെങ്കിൽ കടലക്കറി, ഗ്രീൻ പീസ് കറി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് കറികളൊന്നും കൂടാതെ ഇത് കഴിക്കാൻ പറ്റും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞങ്ങളിതാ ഈ രീതിയിലായിട്ടൊന്ന് കഴിക്കാൻ പോകണം. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി. അഞ്ചുമോൾക്കും ചേട്ടനൊക്കെ ആയാലും നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.